മധുരപലഹാരങ്ങൾ വെള്ളി, സ്വർണം, ഫോയിൽ കൊണ്ട് കോട്ടിംഗ് ചെയ്യാനുള്ള യഥാർത്ഥ കാരണം എന്താണെന്നറിയാമോ? ഇത് യഥാർത്ഥത്തിലുള്ള വെള്ളിയും സ്വർണവും തന്നെയാണ്. ഇത്തരത്തിലുള്ള ഫോയിലുകളെ വരക് അല്ലെങ്കിൽ വാർക്ക് എന്നാണ് വിശേഷിപ്പിക്കുക. ശുദ്ധമായ ലോഹപ്പൊടി കടലാസു ഷീറ്റുകൾക്കിടയിൽ സ്ഥാപിച്ച ലോഹപ്പൊടി ഒരു ഫോയിലിലേക്ക് രൂപാന്തരപ്പെടുത്തുന്നതുവരെ ഷീറ്റുകൾ അടിച്ചടിച്ചാണ് വാർക്ക് അഥവാ ഫോയിൽ നിർമ്മിക്കുന്നത്. സാധാരണയായി ഒരു മൈക്രോമീറ്ററിൽ താഴെയുള്ളതും 0.2 മുതൽ 0.8 വരെ മൈക്രോമീറ്റർ കട്ടിയുള്ളതുമാണ് ഉണ്ടാവാറുള്ളത്. ഷീറ്റുകൾ പോകാതിരിക്കാൻ സാധാരണയായി താങ്ങിനായി പേപ്പർ കൊണ്ട് പാക്ക് ചെയ്യുന്നു. ഉപയോഗിക്കുന്നതിന് മുമ്പ് ഈ പേപ്പർ പൊളിച്ചു കളയുന്നു. ഷീറ്റുകൾ പോകാതിരിക്കാൻ സാധാരണയായി താങ്ങിനായി പേപ്പർ കൊണ്ട് പാക്ക് ചെയ്യുന്നു. ഉപയോഗിക്കുന്നതിന് മുമ്പ് ഈ പേപ്പർ പൊളിച്ചു കളയുന്നു. വെള്ളിക്കണികകളെ ഫോയിലുകളാക്കി പൊടിക്കാൻ സാധാരണയായി 2 മണിക്കൂർ വരെ എടുക്കും. ഇങ്ങനെ കോട്ടിംഗ് ചെയ്യുന്നത് കാരണം സ്വീറ്റ്സിൽ ബാക്ടീരിയകൾ ബാധിക്കില്ല എന്നുള്ളതും അവ പെട്ടെന്ന് കേടായി പോകില്ല എന്നുള്ളതും ചിലർ പറയാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം പണ്ടുകാലത്ത് സാമ്പത്തികമായി ഉയർന്ന ആളുകൾ ആഡംബരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ഭാഗമായാണ് ഇങ്ങനെ ചെയ്യാൻ ആരംഭിച്ചത്. അത് പിന്നീട് ഇന്നും തുടർന്നു വരുന്നു എന്ന് മാത്രം. ഇത് 0.2 മൈക്രോമീറ്റർ കനമുള്ള വെള്ളി ഷീറ്റായത് കാരണം ഭക്ഷിച്ചാലും ശരീരത്തിന് പ്രശ്നമൊന്നും തന്നെ ഉണ്ടാവാറില്ല. വെള്ളി കുറഞ്ഞ അളവിൽ ദഹിപ്പിക്കാൻ കഴിയുമെങ്കിലും സ്വർണം ദഹിപ്പിക്കാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിനില്ല. അതായത് ഇവ കഴിച്ചാൽ ഗുണവുമില്ല ദോഷവുമില്ല എന്നത് തന്നെ. പരമ്പരാഗതമായി ലോഹകണികകൾ കാളയുടെ കുടലിൻ്റെയോ പശുവിൻ്റെ ചർമ്മപാളികൾക്കിടയിൽ ഇട്ട് കൈകൊണ്ട് പൊടിച്ചെടുക്കുന്നു. പേപ്പറിൽ നിന്ന് വേർതിരിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് മൃഗകലകളിൽ നിന്ന് വെള്ളിയില വേർതിരിക്കുന്നത്. ഇന്ത്യയിലെ സസ്യബുക്കുകളുടെ ആശങ്കകൾ കാരണം ഇന്ത്യ, ജർമ്മനി, റഷ്യ, ചൈന എന്നിവിടങ്ങളിൽ വെള്ളിയിലകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത ആധുനിക സാങ്കേതിക വിദ്യകളിലേക്ക് നിർമ്മാതാക്കൾ മാറിയിരിക്കുന്നു. ആധുനിക സാങ്കേതിക വിദ്യകളിൽ കാളക്കുട്ടികൾ അല്ലെങ്കിൽ പശുവിന്റെ തോൽ പൂശിയ കറുത്ത പ്രത്യേകം സംസ്കരിച്ച പേപ്പർ, അതല്ലെങ്കിൽ പോളിസ്റ്റർ ഷീറ്റുകളുടെ ഷീറ്റുകൾ അടിക്കുന്നത് ഉൾപ്പെടുന്നു. കാളക്കുട്ടികൾ അല്ലെങ്കിൽ പശുവിന്റെ തോൽ എന്നിവയ്ക്ക് പകരം ഇത് ഉപയോഗിക്കുന്നു. ഹൈദരാബാദിലെ പഴയ നഗരം പരമ്പരാഗത മാനുവൽ നിർമ്മാണത്തിന്റെ കേന്ദ്രമായിരുന്നു. ഇന്ന് അവിടെ അത് നശിച്ചുകൊണ്ടിരിക്കുന്ന വ്യാപാരമാണ്. ഇന്ത്യയിലെ വാർക്ക് നിർമ്മാണത്തിന്റെ ഒരു പുതിയ കേന്ദ്രം ഡൽഹിയാണ്.